കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു. പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്ന ബജറ്റിൽ നിർണായക നീക്കങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈയയച്ച് സഹായം നൽകിയെന്ന പ്രഖ്യാപനം കൂടി അതിൽ ഉൾപ്പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ആദായ നികുതി നിയമത്തിൽ പരിഷ്കാരം വരുത്തുന്നു എന്ന മറ്റൊരു പ്രത്യേകത കൂടി ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മുന്നണി സംവിധാനത്തിന്റെ പ്രകടമായ ഇടപെടലുകൾ സ്വാഭാവികമായും ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആദ്യ നിരീക്ഷണം കൂടി ഉണ്ടാവുന്നുണ്ട്. ഒപ്പം ദേശീയപാത വികസനത്തിന് വൻപൻ പദ്ധതികളുടെ പ്രഖ്യാപനം, ഒപ്പം തന്നെ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈയയച്ച് സഹായം. ഇതിൽ ബീഹാറിന് പ്രത്യേക പദവി നൽകുന്നു എന്ന പ്രഖ്യാപനമുണ്ട്. സ്വർണത്തിനും വെള്ളിക്കും വിലക്കുയരുന്നു, മൊബൈൽ ഫോണുകളുടെ വിലക്കുറവ്, ഇതൊക്കെ ഈ ബജറ്റിന്റെ പ്രഖ്യാപനമായി മാറുകയാണ്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയിൽപ്പെടുത്തി നിരവധി സ്കീമുകളുടെ അവതരണവും നടക്കുന്നുണ്ട്. മുദ്രാ ലോൺ, രാജ്യത്ത് ഏറെ പ്രശംസ നേടിയെടുത്ത മുദ്രാ ലോൺ അത് കൂടുതൽ വിപുലമായി നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനമുണ്ട്. അങ്ങനെ വിശദമായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമായിട്ടാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം മുന്നോട്ട് പോയത്. അഭിലാഷ്, ബജറ്റ് പ്രഖ്യാപനത്തിൽ തുടക്കത്തിൽ നമ്മൾ നൽകിയ സൂചന പ്രകാരം തന്നെ സംഭവിക്കുന്നു. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പരിഗണനകൾ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട മേഖലകളെ എങ്ങനെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ ബജറ്റ്? സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ നിരീക്ഷിച്ചതാണ്. അതിന് ശരിവെക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് ബീഹാർ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഇതിൽ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന നവീകരണത്തിന് അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് 15,000 കോടി രൂപ മാറ്റിവെച്ചത് എങ്കിൽ ബീഹാറിന് നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് ടൂറിസം മേഖലയെയും അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ടൂറിസത്തെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിരവധി പദ്ധതികൾ ആണ് ബീഹാറിന് വേണ്ടി നൽകിയിട്ടുള്ളത്. ബീഹാറിനായി പ്രത്യേക പദ്ധതി എന്ന് തന്നെയാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെയാണ് അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കുമാണ് കൂടുതൽ പദ്ധതികൾ എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്, പ്രത്യേക പദ്ധതികൾ ഏതൊക്കെയാണ് എന്നത് കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 9 മുൻഗണനാ ക്രമങ്ങളെ ഊന്നിക്കൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് തൊഴിലും നൈപുണ്യവും എന്നതാണ്. മാനവ വിഭവശേഷിയെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക, അതോടൊപ്പം തന്നെ സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. നിർമ്മാണ മേഖലയിലെയും സേവനങ്ങളെയും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് ബജറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം നഗര വികസനത്തിന് ഇത്തവണ കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. അതായത് 14 നഗരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിയും ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളിലേക്ക് പോവുകയുമാണ്. സജിത്ത്, ഒരുപക്ഷെ ഈ 14 നഗരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള നഗരങ്ങൾ ഉൾപ്പെടുമോ എന്നത് അടക്കം നമുക്ക് ഈ ബജറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇപ്പോഴറിയാം. ഡിജിറ്റൽ ബജറ്റാണ്, അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോഴാണ് കൂടുതലായി അറിയാൻ സാധിക്കുക ഈ നഗരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള നഗരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന്. ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്കാണ് ഈ ബജറ്റ് പരിഗണന നൽകിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ അടിസ്ഥാന മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. അതായത് ഈ രാജ്യം പുരോഗതി കൈവരിക്കുമ്പോൾ അതിന്റെ നേട്ടങ്ങൾ സാധാരണക്കാരായ ആളുകളിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയിലേക്ക് നേരിട്ട് എത്തിപ്പെടണം എന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബജറ്റാണ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉൾപ്പെടെ ഒരുപക്ഷെ ഈ ബജറ്റിൽ അതിന് കൂടുതൽ പരിഹാരം തേടുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ തന്നെ കർഷകർക്ക് നേരിട്ട് പണം എത്തുന്ന 6,000 രൂപ പ്രതിവർഷം എത്തുന്ന പ്രധാനമന്ത്രി കിസാൻ യോജന പദ്ധതി, അതിലെ ഏതെങ്കിലും തരത്തിലുള്ള തുകയിൽ മാറ്റം വന്നിട്ടില്ല. ഈ 6,000 രൂപ തുടരും എന്ന് മാത്രമാണ് ഇപ്പോൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ കൂടുതൽ വായ്പകൾ എന്നത് സാധ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സജിത്ത്, ഈ ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ്
സജിത്ത് സൂചിപ്പിച്ച ഒന്നായിരുന്നു. അതായത് കാർഷിക മേഖലയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കേണ്ട ഒരു സമയം കൂടിയാണല്ലോ എന്നുള്ളത്. നമുക്ക് ഈ മുദ്രാ യോജന വഴിയുള്ള ലോണിന്റെ തുക അത് 10 ലക്ഷം രൂപയായിരുന്നു എന്നത് 20 ലക്ഷം രൂപയാക്കി ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ നമുക്ക് കണക്കാക്കേണ്ടതായി വരും. അതായത് ഈ ചെറുകിട സംരംഭകർ, ഇടത്തര സംരംഭകർക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ വായ്പാ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ചെറുകിട ഇടത്തര ബിസിനസ്സുകൾക്ക്, വ്യാപാരികൾക്കൊക്കെ കൂടുതൽ ധനസഹായം നൽകുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ 5 വർഷത്തിനകം 4.1 കോടി യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ലക്ഷം കോടി രൂപ കേന്ദ്ര വിഹിതത്തിൽ നിന്ന് അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതായത് യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമ്പോൾ അത് കാർഷികേതര മേഖലയിലേക്കാണ് സർക്കാർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം തന്നെ കാർഷിക ഗവേഷണത്തിന് പ്രത്യേകമായ പരിഗണന നൽകും എന്നുള്ളത് പ്രഖ്യാപനത്തിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഉൽപാദനശേഷി കാർഷിക മേഖലയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ്. അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനം നടത്തുക, കുറഞ്ഞ മാനവ വിഭവശേഷി കാർഷിക മേഖലയിൽ പ്രയോഗിച്ചുകൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള നയങ്ങൾ ആണ് സർക്കാർ രൂപീകരിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ പ്രാഥമികമായി ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗത ഊർജ്ജ മേഖലയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കാൻ വീണ്ടും സർക്കാർ ആഗ്രഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കറിയാമല്ലോ, ഈ സോളാർ പദ്ധതികൾക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ നിരവധി വീടുകൾ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പൂളിലേക്ക് നൽകുന്ന സോളാർ എനർജിക്ക് കുറഞ്ഞ തുകയാണ് സർക്കാർ നൽകുന്നത് എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി 1 കോടി വീടുകൾക്ക് കൂടി ഈ മേൽക്കൂര സോളാർ മേൽക്കൂര പദ്ധതി 1 കോടി വീടുകൾക്ക് കൂടി അനുവദിക്കുമെന്നാണ്. അതായത് ഈ സോളാർ പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെതായ സബ്സിഡി ഉണ്ട്. ഈ സബ്സിഡി തുക വീണ്ടും വർദ്ധിപ്പിക്കുകയല്ല, കൂടുതൽ ആളുകൾക്ക് സബ്സിഡി നൽകും എന്ന് പറയുമ്പോൾ അതിന് 1 കോടി വീടുകൾ എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ 5 വർഷത്തിനുള്ളിൽ 100 സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ സ്ഥാപിക്കും. ഈ വഴിയോര കച്ചവടം, അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ഫുഡ് എന്നിവയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അത് ഒരുപക്ഷെ സജിത്ത് ഈ കോവിഡിന് ശേഷം ആളുകൾ കൂടുതലായി പുറത്തേക്ക് ഇറങ്ങുന്നു, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖല കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി അനുമാനിക്കാൻ. അതോടൊപ്പം തന്നെ ഈ വിവര സാങ്കേതിക വിദ്യ, ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നിവയുടെ വികസനം ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതായത് ടെക്നോളജിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. അതിന് 1000 കോടി രൂപയുടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സ്വരൂപിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. 30 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള 14 നഗരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് പ്രധാനപ്പെട്ട നഗരങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങൾ 14 നഗരങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ 30 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യ എന്ന് പറയുമ്പോൾ അവിടെ കേരളത്തിലെ മെട്രോ നഗരങ്ങളിൽ പോലും അത്രയും ജനസംഖ്യ ഉണ്ടോ എന്നതിൽ സംശയമുണ്ട്. അതുകൊണ്ട് അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും നഗരം ഇതിന്റെ ഭാഗമാകുമോ എന്നത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഇനി സജിത്ത്, നമ്മൾ തുടക്കത്തിൽ തന്നെ, അതായത് ഈ ബജറ്റ് അവതരണത്തിന് മുമ്പ് സൂചിപ്പിച്ച ഒന്ന് സ്വർണത്തിന്റെ വില കുറയുമോ എന്നതായിരുന്നു. അതിലിപ്പോൾ നമുക്ക് സ്വർണത്തിന്റെ തീരുവ കുറച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 6% കുറച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് സ്വർണത്തിൻ്റെ വില കുറയും എന്നുള്ളതാണ്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിൻ്റെയും വില കുറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ലെതർ ഉൽപ്പന്നങ്ങളുടെ വില വരും ദിവസങ്ങളിൽ കുറയും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തുണിത്തരങ്ങൾക്ക്, ടെക്സ്റ്റൈൽ ഗാർമെന്റ്സുകൾക്ക് വില കുറയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ട മൊബൈൽ നിർമ്മാണ യൂണിറ്റുകൾ, മൊബൈൽ അനുബന്ധ സാമഗ്രികളുടെ നിർമ്മാണം എന്നിവയിൽ രാജ്യം വലിയ പുരോഗതിയാണ് കൈവരിക്കുന്നത് എന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ മൊബൈൽ ഫോണുകൾക്കും മൊബൈൽ അനുബന്ധ ഉപകരണങ്ങൾക്കും വില കുറഞ്ഞേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ ക്യാൻസർ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ, കഴിഞ്ഞ ബജറ്റിലും ഇത്തരത്തിൽ ചില മരുന്നുകളുടെ വില കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ 3 ക്യാൻസർ മരുന്നുകളുടെ കൂടി നികുതി എടുത്തു കളയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും 3 ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള 3 മരുന്നുകളുടെ വില കുറയുന്നു. ഇങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഓടിച്ചു നോക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളെ അടക്കം ബാധിക്കുന്ന ഒന്ന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യക്ഷത്തിൽ
കാര്യമായ, അതായത് ഈ ജനക്ഷേമ പദ്ധതികൾ അങ്ങനെ വാരിക്കോരിയുണ്ട് എന്ന് പറയാവുന്ന ഒരു ബജറ്റ് അല്ല പ്രത്യക്ഷത്തിൽ. ബീഹാർ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ സഖ്യ സർക്കാർ ആണ് നിലവിൽ ഭരണത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ പിന്തുണച്ചിട്ടുള്ളത് ബീഹാറിൽ നിന്നും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള പ്രമുഖ കക്ഷികളാണ്. അവർക്ക് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്ന് വേണം നമുക്ക് ആത്യന്തികമായി മനസ്സിലാക്കാൻ. ഈ നിർമ്മലാ സീതാരാമന്റെ കഴിഞ്ഞകാല എല്ലാ ബജറ്റുകളിലും ഓരോ വർഷവും നികുതി ഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം, പ്രത്യേകിച്ച് ഈ ആദായ നികുതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉൾക്കൊള്ളിച്ചു വരാറുണ്ട്. ഇത്തവണ ഈ മാറ്റം പ്രകടമാണ്. പുതിയ സ്ലാബുകൾ ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമല്ല 75,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ പരിധി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇടത്തരം ശമ്പളം മേടിക്കുന്നവരെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമായി അത് മാറില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം സജിത്ത്, ഈ നികുതി ഘടന കഴിഞ്ഞ തവണ, അതായത് ഈ ബജറ്റ് 2 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ബജറ്റിലായിരുന്നു സാധാരണ നമുക്കറിയാം ഒരു നിശ്ചിത വരുമാനം ഉള്ള ആളുകൾക്ക് ആദായ നികുതി സ്ലാബിൽ ഇളവ് അനുവദിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ശമ്പളക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ നികുതി ഘടനയിൽ വരുത്തിയിട്ടുള്ള മാറ്റം. അത് തിരഞ്ഞെടുക്കുന്നവന്റെ സ്വാതന്ത്ര്യം ആണ് എന്നുള്ളതാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ നികുതി റിട്ടേണുകൾ സമർപ്പിക്കേണ്ടി വരുന്നത്. ഇപ്പോഴും ആ ഡിഡക്ഷൻ എന്നത് 50,000 നിന്ന് 70,000 ആക്കി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഘടന എന്നത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതായത് നികുതി ഘടനയിൽ മാറ്റമുണ്ട് എന്നത് പ്രത്യക്ഷമായി നമുക്ക് ഈ ബജറ്റ് അവതരണത്തിൽ വ്യക്തമാകുന്നുണ്ട്. നേരത്തെയൊക്കെ ആയിരുന്നുവെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ സ്ലാബ് 7 ലക്ഷമാക്കി അല്ലെങ്കിൽ 8 ലക്ഷമാക്കി ഉയർത്തി എന്ന് പറയുമ്പോൾ അതിന്റെ ആനുകൂല്യം ആർക്ക് ലഭിക്കുന്നുവെന്ന് നമുക്ക് ബജറ്റ് അവതരണത്തിന്റെ ഘട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. അതായത് ഏത് നികുതി സ്ലാബ് വേണം എന്ന് ഈ ശമ്പളക്കാർ തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി പ്രേക്ഷകരോട് ഈ ഘട്ടത്തിൽ അത് പങ്കുവെക്കാൻ സാധിക്കാത്തത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ ഘടന എന്നത് വളരെ കൃത്യമായി ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം മറ്റൊരു കാര്യം ഇപ്പോൾ പ്രഖ്യാപനത്തിൻ്റെതായി വന്നിട്ടുള്ളത് ഈ എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് എന്നത് നമുക്കറിയാം. ഇ പി എഫിന് കീഴിൽ വരുന്ന ജീവനക്കാരുടെ ശമ്പളം, അതിലൊരു ശമ്പളം കേന്ദ്ര സർക്കാർ നൽകുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതിലും കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ എത്ര രൂപ വരെ അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാരാണ് ഇത്തരത്തിൽ ശമ്പളം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകുക, അത് ഏത് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു ശമ്പളം നൽകുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത കൈവരേണ്ടതുണ്ട്. പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 15,000 രൂപ വരെയുള്ള തുക 3 ഇൻസ്റ്റാൾമെന്റുകളായി ഈ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് എന്നതിൽ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇത് പരാമർശിച്ചു പോകുന്നുണ്ട്. പുതിയ ജോലിക്കാർക്കാണ് ഇത്തരത്തിൽ 1 മാസത്തെ ശമ്പളം സർക്കാർ നൽകും എന്ന് പറയുന്നത്. ഇതിന്റെ ഗുണഭോക്താക്കളായി ഏതാണ്ട് ലക്ഷക്കണക്കിന് 2 കോടിയിലധികം 2,10,00,000 യുവാക്കൾക്ക് ഇത്തരത്തിൽ ആനുകൂല്യം ലഭിക്കും എന്നാണ് എന്തായാലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതെല്ലാം പരാമർശിച്ചു പോയ ഒന്നാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുടെ പേരുകൾ ഒന്നും തന്നെ ഈ പ്രസംഗത്തിൽ പറഞ്ഞു പോയില്ല എന്ന് കൂടി നമുക്ക് അനുമാനിക്കാം. 11 മണിക്ക് തുടങ്ങിയ ബജറ്റ് പ്രസംഗമായിരുന്നു. ഏതാണ്ട് 12:30 വരെ നീണ്ട ഒരു ബജറ്റ് പ്രസംഗം ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗമാണ്. ഈ പ്രസംഗത്തിൽ ഉടനീളം കേട്ട പേരുകൾ പ്രധാനമായും ബീഹാറിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ഛത്തീസ്ഗഡ്, ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങളുടേതാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ പേരുകൾ ഒന്നും തന്നെ എടുത്തു പറഞ്ഞതായി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല സജിത്ത്. അതുകൊണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രഖ്യാപനങ്ങളില്ല എന്നോ നേട്ടങ്ങളില്ല എന്നോ ഒന്നും നമുക്ക് അനുമാനിക്കാനുള്ള സമയമായിട്ടില്ല. കാരണം ഒരു ബജറ്റ് പ്രസംഗത്തിൽ പൂർണ്ണമായും ബജറ്റ് പറഞ്ഞു പോവുകയല്ല, പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ഉൾക്കൊള്ളിക്കുക. അഭിലാഷ്, ഇതിന്റെ രാഷ്ട്രീയം നമുക്ക് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. കാരണം 2 സംസ്ഥാനങ്ങളല്ലേ, 2-3 സംസ്ഥാനങ്ങളെ പ്രത്യേകം പരാമർശിക്കുമ്പോൾ ഇന്ത്യയുടെ പൊതു സംവിധാനത്തിൽ നിന്ന് അത് എത്ര കണ്ട് രാഷ്ട്രീയ വിമർശന വിധേയമാകുമെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് അഭിലാഷ്, ഒരു കാര്യം, ഈ ബജറ്റിലെ ഒരു പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഈ കോർപ്പറേറ്റ് ടാക്സിൽ വരുത്തിയിരിക്കുന്ന കുറവാണ്. അത് സ്വാഭാവികമായും വിദേശ കമ്പനികളെ സ്വാധീനിക്കുന്ന തീരുമാനമാണ്. സ്വാഭാവികമായും വിദേശ നിക്ഷേപം കൂടുതലായി രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യം ആ തീരുമാനത്തിന് പിന്നിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും കോർപ്പറേറ്റ് നികുതി 35% കുറച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബജറ്റിലെ പ്രഖ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കോർപ്പറേറ്റ് നികുതി 35% കുറയ്ക്കുമ്പോൾ കൂടുതൽ വിദേശ നിക്ഷേപം, അതായത് വിദേശ കമ്പനികൾക്കാണ്, ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള വിദേശ കമ്പനികൾക്ക് വലിയ ആനുകൂല്യം തന്നെയാണ് ലഭിക്കുന്നത്. അതായത്
അതായത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ വിദേശ നിക്ഷേപത്തിന് കൂടുതൽ ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ഈ ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് തന്നെ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളായിരിക്കും ഭാവിയെ നിർണ്ണയിക്കുക എന്നതും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ളതുമാണ്. അതോടൊപ്പം തന്നെ സഹിതം എടുത്തു പറയേണ്ടത് ഈ മറ്റു രാജ്യങ്ങളിലെ വേതനവുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന കുറഞ്ഞ വേതനം ആണ് ഇന്ത്യയിൽ. അത് ഈ കറൻസി, അതായത് രൂപയുമായുള്ള മൂല്യം പരിശോധിക്കുമ്പോഴാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ തൊഴിലാളികൾക്ക് നൽകുന്നതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഇന്ത്യയിലെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഔട്ട്പുട്ട് നേടാൻ ഈ വിദേശ കമ്പനികൾക്കടക്കം സാധിക്കുമ്പോൾ അവർ കൂടുതലായി നിക്ഷേപം ഇന്ത്യയിലേക്ക് നടത്തും. അതേസമയം ആ നിക്ഷേപത്തിലൂടെ സജിത്ത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്ത ഈ കാർഷികേതര മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഓരോ വർഷവും പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾ കാർഷിക മേഖലയിൽ നിന്ന് വിട്ടുപോവുകയും കൂടുതൽ വിദ്യാസമ്പന്നരാവുകയും അവർക്ക് തൊഴിലിടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് ഈ വിദേശ നിക്ഷേപം എന്നത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിദേശ നിക്ഷേപ അതായത് കോർപ്പറേറ്റ് നികുതി ഇപ്പോൾ കുറച്ചിട്ടുള്ളത് 35% കുറച്ചിട്ടുള്ളത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയെങ്കിൽ കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് എത്തും എന്നതിന് ഒരു സംശയവും വേണ്ട. അങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതുകൂടിയാണ് ഈ ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. സജിത, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാജ്യത്തെ സുപ്രധാന തീരുമാനങ്ങൾ, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന സുപ്രധാന തീരുമാനങ്ങളുമായുള്ള ബജറ്റ് അവതരണമാണ് ധനമന്ത്രി നടത്തിയത്. 1.5 മണിക്കൂറോളം ദൈർഘ്യത്തിലുള്ള ബജറ്റ് അവതരണത്തിൽ ഏറെക്കുറെ എല്ലാ മേഖലയും പരാമർശിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണുള്ളത്. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് നൽകിയ പരിഗണന എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ആലോചനകൾ നടക്കണം. ഒപ്പം തന്നെ GSTയുടെ നികുതി ഘടനയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രഖ്യാപനം, ആ നികുതി ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത് എന്നതും ഒരുപക്ഷെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ സ്വാധീനിക്കുന്ന വിഷയമാവാം. GST കൗൺസിലിൽ സംബന്ധിച്ച് അതുപോലെ തീരുമാനം ഒരുപക്ഷെ ഉണ്ട്. അഭിലാഷ്, ഒരു കാര്യം കൂടി, ഈ GSTയുടെ നികുതി ഘടനയിൽ മാറ്റം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം അത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടില്ല. അത് സംസ്ഥാനങ്ങൾക്കുള്ള വീതം വെപ്പിലെ ഘടനാ മാറ്റമാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? എന്തായിരിക്കും അതിന്റെ കൗൺസിൽ യോഗം നമുക്ക് കാത്തിരിക്കേണ്ടി വരുമോ? തീർച്ചയായും അങ്ങനെ വേണം. സജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടി, അതിപ്പോൾ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതാണ്, ഈ GST വരുന്നതിന് മുമ്പ് ബജറ്റ് ആയിരുന്നു വില കൂടുമോ കുറയുമോ എന്നതൊക്കെ പ്രധാനമായും നിർണ്ണയിച്ചിരുന്നത്. പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ സ്വർണം, വെള്ളി പോലെയുള്ള ഉൽപ്പന്നങ്ങൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ബജറ്റ് അവതരണത്തിൽ ഉറ്റുനോക്കുന്നത്. പണ്ടായിരുന്നുവെങ്കിൽ ഈ അവശ്യ സാധനങ്ങളുടെ വില കുറയുമോ കൂടുമോ അങ്ങനെയൊക്കെ ആളുകൾ കാതോർത്തിരിക്കാറുണ്ട്. എങ്കിൽ ഇനി അത് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് GST കൗൺസിൽ ആണ് എന്നുള്ളതാണ്. ഈ GST ഘടനയിലടക്കം മാറ്റം വരുമെന്ന പ്രഖ്യാപനം നിർമ്മലാ സീതാരാമൻ നടത്തുമ്പോൾ അത് സ്വാഭാവികമായും കേരളത്തിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ GST നടപ്പിലാക്കിയ ഘട്ടം മുതൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം നേരിടുന്ന ഒന്നാണ്. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നതാണ്. അതിൽ കാതലായ മാറ്റം വരുത്താൻ ഏതെങ്കിലും സർക്കാരുകൾക്ക് സാധിക്കുകയുമില്ല. കൂടുതൽ ഉൽപാദന രംഗത്ത് കൂടുതൽ മുന്നേറാൻ പറ്റുന്ന ഒരു സംസ്ഥാനവും നമ്മുടെ ഘടനയും അങ്ങനെയല്ല. കൂടുതൽ വിദ്യാസമ്പന്നരായ ആളുകൾ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലിടങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും തേടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഉൽപാദനശേഷിയുള്ള ഒരു സംസ്ഥാനമല്ല കേരളം എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാമല്ലോ സജിത്ത്, ഏറ്റവും കൂടുതൽ ദിവസക്കൂലി വാങ്ങുന്ന, ഏറ്റവും ജീവിത നിലവാരം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. അവിടെയാണ് ഈ GST ഘടനയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ഏത് തരത്തിലായിരിക്കും കേരളത്തെ ബാധിക്കുക. അതായത് GSTയിലേക്ക് രാജ്യം മാറിയപ്പോൾ നമുക്കൊരു കോമ്പൻസേഷൻ നൽകിയിരുന്നു. ആ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ചെലവഴിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഇനി ഈ ഘടനാ മാറ്റം ഏത് തരത്തിലാകണം എന്ന് നമുക്ക് കണ്ടറിയണം. പൊതുവെ GST എന്നത് നേട്ടം ഉണ്ടാക്കുന്നത് ഉൽപാദനം കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ്. ഉപഭോക്തൃ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം GST എപ്പോഴും തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഈ ഘടനാ മാറ്റം ഏത് തരത്തിൽ ആണ് എന്നുള്ളത് നമുക്ക് ഒരു വ്യക്തത കൈവരേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ആദായ നികുതി ഇളവ് പരിധി എന്നത് 75,000 ആക്കുമ്പോഴും അത് ഏത് തരത്തിലാണ് ഈ ശമ്പള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുക എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പം ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത് എന്തായാലും പുതുതായി ജോലിക്ക് കയറുന്ന എല്ലാവർക്കും തന്നെ 1 മാസത്തെ ശമ്പളം സർക്കാർ നൽകും എന്ന പ്രഖ്യാപനം തന്നെയാണ്. ഇത് പ്രോവിഡന്റ് ഫണ്ട് വിഹിതമായാണ് നൽകുക എന്നും കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുക. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, സർക്കാർ പ്രഖ്യാപിച്ച അവകാശവാദങ്ങൾ എവിടെയാണ് ആളുകൾക്ക് തൊഴിൽ ലഭിച്ചിട്ടുള്ളത്, തൊഴിലില്ലായ്മ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങൾക്ക് കൂടി
മറുപടി നൽകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിട്ട് വേണം നമുക്ക് പ്രാഥമികമായി ഇതിനെ മനസ്സിലാക്കാൻ. സജിത്ത്, അഭിലാഷ്, ഒരു കാര്യം കൂടി, ഈ സങ്കീർണമായ സാമ്പത്തിക കണക്കുകൾക്ക് അപ്പുറം ഒരുപക്ഷെ സാധാരണക്കാരെയൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഒന്നിനെ വാഹന വിപണിയിൽ ഉണ്ടാവുന്ന മാറ്റമൊക്കെ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അതിലൊന്ന് ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് രാജ്യം നൽകി വരുന്നിരുന്ന പ്രോത്സാഹനം കഴിഞ്ഞ കാല ബജറ്റുകളിൽ പ്രത്യേകം പരാമർശിച്ചു പോയതാണ്. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപഭോഗം വർദ്ധിക്കുകയും ചെയ്തു, അത് വാങ്ങുന്നവരുടെ എണ്ണം കൂടി. ഇത്തവണത്തെ ബജറ്റിൽ അത്തരം എന്തെങ്കിലും മേഖലകളെ സ്പർശിച്ചതായ സൂചനകൾ ഇതുവരെയുള്ള പ്രഖ്യാപനത്തിൽ പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. മറ്റെന്തെങ്കിലും ശ്രദ്ധയപ്പെടുന്നുണ്ടോ? സജിത്ത്, തീർച്ചയായും നമ്മൾ ഉറ്റുനോക്കുന്ന ഒന്നായിരുന്നു ഞാൻ സൂചിപ്പിച്ചല്ലോ. അതായത് ഈ പരമ്പരാഗത ഊർജ്ജ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിക്കാൻ തീരുമാനിച്ച ഒരു സർക്കാരായിരുന്നു നേരത്തെയും നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഈ പുരപ്പുറ സോളാർ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും ഒക്കെ ചെയ്തത്. അതിനുവേണ്ടി പ്രത്യേക സബ്സിഡിയൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക്. അങ്ങനെ ഊർജ്ജ മേഖലയിൽ കാതലായ ഒരു മാറ്റം വരുത്താനും ശ്രമിച്ചിരുന്ന സർക്കാരാണ്. പക്ഷേ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഏതാണ്ട് 1.5 മണിക്കൂർ നീളുന്ന പ്രസംഗത്തിൽ എവിടെയും ഈ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് ഇല്ലാത്തതാണോ എന്നത് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. അതാണ് സൂചിപ്പിച്ചത്. ഒരുപക്ഷെ ഈ ഡിജിറ്റൽ കോപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും. സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അത്തരം ഡിജിറ്റൽ വാഹനങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുമെന്നുള്ളത്. അതായത് പെട്രോൾ, ഡീസൽ പോലെയുള്ള പരമ്പരാഗത ഇന്ധനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പോഴും സജിത്ത്, ഒരു ചെറിയ കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്യാതെ വയ്യ. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോട്ടറി കൂടിയാണല്ലോ. കാരണം പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയും എന്ന് നമ്മൾ മനക്കോട്ട കെട്ടുകയും അതൊരിക്കലും നടക്കാൻ പോകാത്ത ഒന്നായി തുടരുകയും ചെയ്യുന്ന ഒന്നാണ്. ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രമാണ് പെട്ടെന്നൊരു 4 രൂപ 5 രൂപയൊക്കെ കുറയുന്നത് എന്നത് നമുക്ക് അറിയാം. അതുകൊണ്ട് പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും ലഭിക്കുന്ന ഒരു വരുമാനം എന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ പെട്രോൾ ഡീസൽ ഉപഭോഗം നിർത്തലാക്കി രാജ്യത്തെ വാഹന ഉപഭോക്താക്കൾ ഇലക്ട്രിക് വാഹനത്തിലേക്ക് വ്യതിചലിക്കുന്നതിനെ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുൻകൈ എടുക്കില്ല. എന്നാൽ കാലക്രമേണ, അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പൊല്യൂഷനെതിരെ, പ്രത്യേകിച്ച് ഈ കാർബൺ ബഹിർഗമനം പോലെയുള്ള വലിയ പ്രതികൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന വിഷയമാണ് ഈ ഇന്ധനത്തിന്റെ ഉപയോഗം. അതെ, അഭിലാഷി പറഞ്ഞു വന്നപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിലുണ്ട്. കാരണം പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിട്ടുണ്ട്. PVCക്ക് വിലക്കിടുന്നു, ഫ്ലെക്സുകൾക്ക് വിലക്കിടുന്നു, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിൽ വില കൂടും. അങ്ങനെയെങ്കിൽ കേരളം സമീപകാലത്ത് പ്ലാസ്റ്റിക് നിരോധനം പ്രഖ്യാപനമൊക്കെ നടത്തിയ കാലം. അങ്ങനെയെങ്കിൽ എന്തായാലും ഈ പ്ലാസ്റ്റിക് നമ്മുടെ പുതിയ കാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയായ പ്ലാസ്റ്റിക് ഉപഭോഗം കുറയ്ക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി ആ തീരുമാനത്തിന് പിന്നിലുണ്ടാവും. തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. ഇപ്പോൾ തന്നെ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒന്നാണ് ഈ പ്ലാസ്റ്റിക് നിരോധനം വീണ്ടും കൂടുതൽ ശക്തമാക്കാൻ തുനിയുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും തന്നെ അത്തരം ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മലിനീകരണത്തോട് ചേർത്ത് വെക്കാവുന്ന ഒന്ന് തന്നെയാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം കൂടുന്നു എന്നുള്ളത്. സഹിත എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിലൊക്കെ ആയിരിക്കാം ഈ പ്ലാസ്റ്റിക് ഭൂമിക്ക് ഇത്രയും ദോഷമുണ്ടാക്കുന്ന ഒന്നാണ്. പ്ലാസ്റ്റിക് കഴിയുന്നത്ര അകറ്റി നിർത്തണമെന്ന ഒരു അവബോധം ഉള്ളത്. കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക് അത്രമേൽ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും ഫ്ലെക്സുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ചുവരെഴുത്തുകൾ അതുപോലെ തന്നെ മറ്റു മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ എന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ വില കൂടുന്നവയുടെ പട്ടികയിലേക്കാണ് ഈ പ്ലാസ്റ്റിക്കും ഫ്ലെക്സും ഒക്കെ കടന്നു വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെയും ഫ്ലെക്സ് പോലെയുള്ള, അതായത് ഇത് ദ്രവിച്ചു പോകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഭൂമിയിൽ പതിറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളോളം ദ്രവിക്കാതെ ശേഷിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് കത്തിച്ച് നശിപ്പിക്കുക എന്നതും സാധ്യമല്ല. ഈ കത്തിക്കുമ്പോൾ അത് കൂടുതൽ അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കും. മറിച്ച് ഇതിന്റെ പുനരുപയോഗം. ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന എയിംസ് ശ്രീ സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചതാണ്. താൻ ജയിച്ചാൽ തീർച്ചയായും എയിംസ് കേരളത്തിൽ കൊണ്ടുവരും. ബഡ്ജറ്റിൽ സ്വാഭാവികമായും പ്രഖ്യാപനം വേണ്ടതാണ്. നിലവിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അതിനെ സംബന്ധിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. മാത്രവുമല്ല, സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റ് ആവശ്യങ്ങളെ സംബന്ധിച്ചൊന്നും തന്നെ കേവലമായ പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. സംസ്ഥാനത്തോടും അതുപോലെ തന്നെ
BJP ഇതര സംസ്ഥാനങ്ങളോടും ചുറ്റമ്മ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ തൊഴിലില്ലായ്മ അഡ്രസ് ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും ജോലി ലഭിച്ചതിന് ശേഷം കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ്. പക്ഷെ ജോലി ലഭിക്കുന്നത് എങ്ങനെ, അതിന് സ്കില്ലിങ്ങും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നു എന്നത് ഒഴിച്ചാൽ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിങ്ങിനെ കുറിച്ച് പറയുകയും EPFO രജിസ്ട്രേഷനെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഏതെങ്കിലും പദ്ധതിയോ പുതിയ പ്രഖ്യാപനമോ ഉണ്ടാകുന്നില്ല. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വ്യത്യസ്തമല്ല. നിലവിലുള്ള പദ്ധതികളെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികളെ സംബന്ധിച്ച് വീണ്ടും സ്ഥിരീകരിച്ച് പ്രഖ്യാപിക്കുന്നതല്ലാതെ പുതിയ ഒരു പ്രഖ്യാപനവും പുതിയ ഒരു പദ്ധതിയും ഇല്ല എന്നുള്ളതാണ് ബഡ്ജറ്റിനെ സംബന്ധിച്ച് പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. NK പ്രേമചന്ദ്രന്റെ വാക്കുകളാണ് കേട്ടത്. കേരളത്തിന് അവഗണന എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആദ്യ നിലപാടായി പുറത്തു വരുന്നത്. NK പ്രേമചന്ദ്രൻ പറയുന്നു കേരളത്തിന്റെ പ്രഖ്യാപിത ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊന്നും പരാമർശിക്കുന്നില്ല. എയിംസ് എന്ന പ്രഖ്യാപനം ഒന്നും കേരളത്തിന് അനുകൂലമായി ഉണ്ടായിട്ടില്ല എന്നതൊക്കെയാണ് വിമർശന വിധേയമായി പ്രതിപക്ഷം സൂചിപ്പിക്കുന്നത്. NK പ്രേമചന്ദ്രനാണ് ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. കിരൺ, ബജറ്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പല തലങ്ങളിലേക്ക് പോകേണ്ടി വരും. ഒന്ന്, BJP 2 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരാമർശം നൽകി, പ്രത്യേക പരിഗണന നൽകി എന്ന വിമർശനം എനിക്ക് തോന്നുന്നു BJP നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന, മുന്നണിക്കകത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്ന പ്രശ്നമായി മാറുമെന്ന്. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം കാണാൻ കഴിയുന്നത്? സജിത്ത്, അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് തൊട്ട് കടക്കും മുമ്പ് കേരളത്തിൽ നിന്ന് പ്രേമേന്ദ്രൻ ആദ്യ അഭിപ്രായം പറയുന്നത് കേരളത്തെ അവഗണിച്ചു എന്ന്. കേരളത്തെ മാത്രമല്ല, തമിഴ്നാടിനെ സംബന്ധിച്ചാലും ബംഗാളിനെ സംബന്ധിച്ചാലും പ്രതിപക്ഷ നിരയിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ ഈ തരത്തിലേക്കുള്ള വലിയ അവഗണന, അവരുടെ ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രത്യേക പദ്ധതികളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയത് ബീഹാറിനാണ്, മറ്റൊന്ന് ആന്ധ്രാപ്രദേശിനാണ്. നമുക്കറിയാം ഈ സർക്കാരിനെ നിലനിർത്തുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികളൊന്ന് ബീഹാറിൽ നിന്ന് JDU ആണ്, നിതീഷ് കുമാറിന്റെ JDU ആണ്, മറ്റൊന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ TDP ആണ്. ഈ 2 പാർട്ടികളുമാണ് ആന്ധ്രാപ്രദേശിലും ബീഹാറിലും. ആന്ധ്രയും ബീഹാറിനെ സംബന്ധിച്ചുള്ള പ്രധാന പരിഗണനയിൽ ബീഹാറിനെ സംബന്ധിച്ച് 2025 ഇലക്ഷൻ വരികയാണ്. ഒരു വർഷത്തിനുള്ളിലാണ് ബീഹാറിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ ഒരു ബീഹാർ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വലിയ പദ്ധതികളാണ് അവിടേക്ക് വാരിക്കോരി നൽകിയിരിക്കുന്നത്. ദേശീയപാത വികസനത്തിനായി 26,000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വെച്ചത്. അതോടൊപ്പം തന്നെ 4 എക്സ്പ്രസ് ഹൈവേകളാണ്. 4 എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ കിലോമീറ്ററുകൾ നീളുന്ന എക്സ്പ്രസ് ഹൈവേ ആണ് എല്ലാം എന്ന് കരുതരുത്. ഗയ ബോധഗയ എന്ന് പറയുന്നത് വളരെ അടുത്ത 2 സ്ഥലങ്ങളാണ്. ഗയയിൽ തന്നെയുള്ള സ്ഥലമാണ് ബോധഗയ. 15 കിലോമീറ്ററിൽ താഴെ, ഇപ്പോഴത്തെ നിലവിലെ റോഡിൽ തന്നെ 15 കിലോമീറ്റർ താഴെയുള്ള സ്ഥലമാണ്. അതിനെ ഒരു എക്സ്പ്രസ് ഹൈവേ ആക്കി മാറ്റുമെന്ന് പറയുന്നു. അങ്ങനെ 4 എക്സ്പ്രസ് ഹൈവേകളാണ്. പട്ന, പൂർണിയ, ബക്തർ, ബാഗൽപൂർ, ബോധഗയ, വൈശാലി ഉൾപ്പെടെ 4 എക്സ്പ്രസ് ഹൈവേകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടി ബീഹാറിനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വിമാനത്താവളങ്ങൾ, പുതിയ വിമാനത്താവളങ്ങൾ ബീഹാറിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21,400 കോടി രൂപ ചെലവിൽ ഊർജ്ജ പദ്ധതിയും ബീഹാറിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഊർജ്ജ മേഖലയിലൊക്കെ വളരെ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. അങ്ങനെ ഹൈവേ പദ്ധതിക്ക് 26,000 കോടി രൂപ, വിമാനത്താവളം, റോഡ്, 4 എക്സ്പ്രസ് ഹൈവേ, 2 ക്ഷേത്ര ഇടനാഴികൾ കൂടി ബീഹാറിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിന് വെള്ളപ്പൊക്കം നേരിടാനുള്ള പ്രത്യേക പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതു തരത്തിൽ നോക്കിയാലും ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ ബഡ്ജറ്റിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ എടുത്തു കഴിഞ്ഞാൽ അത് ബീഹാറിനെയാണെന്ന് പറയണം. കഴിഞ്ഞ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ NDA സഖ്യത്തിന് ഒരു വിജയം ആവർത്തിക്കണം, ആ തരത്തിലേക്കുള്ള ഒരു ബഡ്ജറ്റ് കൂടിയായിരുന്നു. ആന്ധ്രാപ്രദേശിനും എന്നാൽ പൂർണ്ണമായും തള്ളിയിട്ടില്ല. ആന്ധ്രാപ്രദേശിന് ഒരു തലസ്ഥാനം വേണം എന്നുള്ള ആവശ്യം ദീർഘകാല ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. 15,000 കോടി രൂപയാണ് പുതിയ തലസ്ഥാന നിർമ്മാണത്തിനായി ആന്ധ്രാപ്രദേശിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. 15,000 കോടി എന്ന് പറയുന്നത് ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1,00,000 കോടിയോ 1,00,000 കോടിയോ കിട്ടേണ്ട സ്ഥാനത്താണ് 15,000 കോടി അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരിഗണന ലഭിച്ചിട്ടില്ല എന്നുകൂടി പറയേണ്ടി വരും. അതാണ് അതിന്റെ ബജറ്റിന്റെ രാഷ്ട്രീയം. വിശദമായി പരിശോധിക്കേണ്ടതാണ് ബജറ്റിന്റെ രാഷ്ട്രീയം. കേരളത്തിൽ നിന്നുകൂടി ആദ്യ പ്രതികരണം വരുന്നു. കേരളത്തിന് വകയിരുത്തുകയല്ല, കേരളത്തെ വകവരുത്തുകയാണ് ബജറ്റ് ചെയ്തതെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. ഈ തരത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം വിശദമായി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പകൽ വാർത്ത തുടരും.